ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വർഷയാണെങ്കിൽ നാളെ വയനാട്ടിലേക്ക് പോവുകയായതുകൊണ്ട് തന്നെ വർഷയ്ക്ക് കിടന്നിട്ട് ഒരു വിധത്തിൽ ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് തന്നെ വർഷ പുറത്തു പോയി ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെയും അനിയത്തിയുടെയും അതുപോലെ തന്നെ വർഷയെ കല്യാണം കഴിക്കാൻ വന്ന ആ പയ്യൻ്റെ കാര്യവും അതുപോലെ അയാൾക്കുണ്ടായ വാഹനാപകടവും എല്ലാം ഇങ്ങനെ ചിന്തിച്ച് വർഷയ്ക്ക് വല്ലാതെ വിഷമം വരുന്നുണ്ട്. വർഷയുടെ കണ്ണൊക്കെ നിറഞ്ഞ് കണ്ണീര് പോകുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ട് വിവേക് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് വിവേക് ചോദിക്കുന്നുണ്ട്, നാളെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞുകൂടെയെന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം വർഷ ആകെപ്പാടെ വിഷമത്തിലും ദേഷ്യത്തിലും നിൽക്കുന്ന സമയത്ത് വിവേക് വന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, നാളെ പറയാനുള്ള കാര്യം നാളെ തന്നെ പറയും, അല്ലാതെ ഇപ്പം പറയില്ലെന്ന് പറയുന്നുണ്ട്. നാളെ നിങ്ങളുടെ കൂടെ വരാൻ രാഹുലും ഉണ്ടോ എന്ന് വിവേക് ചോദിക്കുന്നുണ്ട്. അത് വിവേക് അറിയേണ്ടെന്ന് വർഷ പറയുകയും ചെയ്യുന്നുണ്ട്. അന്നേരം വിവേക് പറയുന്നുണ്ട്, നിങ്ങൾ തങ്ങളിൽ പോകുന്ന കാര്യത്തിന് ഞാൻ എന്തിനാ ഒരു കട്ടറുമ്പായിട്ട് പിറകെ വരുന്നത്, എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിക്കൂടെ എന്ന് വിവേക് ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, ഞാനൊരു കാരണവശാലും നിർബന്ധിച്ചല്ല വിവേകിനെ വിളിച്ചത്. അന്നേരം വിവേക് പറയുന്നുണ്ട്, ഞാനായിട്ട് എടുത്ത് തലയിൽ വെച്ചതാണ്, ഇപ്പം തലയിൽ വെക്കാനും വയ്യ തറയിൽ വെക്കാനും വയ്യാത്ത അവസ്ഥയാണ്, എന്നെ എങ്ങനെയെങ്കിലും ഇതിന്ന് ഒഴിവാക്കി തരണമെന്ന് വിവേക് പറയുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, നാളെ എന്തുമായാലും ഞങ്ങളുടെ കൂടെ വരുമ്പം വഴിക്കിറങ്ങിയിട്ട് കാര്യങ്ങളെല്ലാം പറയാം, അത് കഴിഞ്ഞിട്ട് വരണോ വരണ്ടേന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയെന്ന് വർഷ ദേഷ്യത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് വിവേക് ഒന്നും കൂടി ചോദിക്കുന്നുണ്ട്, രാഹുൽ എന്തിനാ ഇവിടെ വന്നെന്ന് ഇനിയെങ്കിലും തുറന്നു പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, അതെല്ലാം നാളെ പറയാമെന്നല്ലേ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ അഭിരാമി കുറച്ച് ചീനിപ്പുഴുക്കും കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. വർഷയ്ക്ക് വേണമെന്ന് ചോദിക്കുമ്പം വർഷ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, ഇപ്പം വിവേക് പുഴുക്ക് തിന്നാൻ പറ്റിയ സാഹചര്യത്തിൽ നിൽക്കുക, വിവേകിന് കൊടുത്തോന്ന് പറഞ്ഞ് വർഷ അങ്ങ് പോകുന്നുണ്ട്. എന്നാൽ വിവേകേട്ടാ ചീനി പുഴുക്കെന്ന് പറയുമ്പം വിവേക് ദേഷ്യത്തിൽ അഭിരാമിയെ നോക്കിയിട്ട് അങ്ങ് പോകുന്നുണ്ട്. അഭിരാമി വിചാരിക്കുന്നുണ്ട്, ഇതിപ്പോൾ എന്താ പറ്റിയേ. ഈ സമയത്ത് അഭിരാമിയുടെ ഒരു ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം, ഞാനൊരു അപകടത്തിലാന്ന് പറയുന്നുണ്ട്. നീ എന്താ കാര്യമെന്ന് വെച്ചാൽ തുറന്നു പറയാൻ അഭിരാമി പറയുന്നുണ്ട്. അന്നേരം റൂബി പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട് കെവിൻ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അയാൾ എൻ്റെ കയ്യിൽ ഒരു ബാഗ് തന്ന് അത് ഞാൻ കോഴിക്കോട്ടേക്ക് കൊണ്ടു ചെല്ലണമെന്നാണ് പറയുന്നത്. ആ ബാഗ് നോക്കിയപ്പോൾ അതിൽ കുറേ ഡ്രഗ്സ് ഉണ്ടെന്നൊക്കെ അഭിരാമിയോട് റൂബി പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അഭിരാമി പെട്ടെന്ന് ഷോക്കായിട്ട് പറയുന്നുണ്ട്, താൻ എന്തൊരു മണ്ടത്തരാ കാണിച്ചത്, താൻ എന്തിനാ വീട്ടിൽ നിന്ന് ഇയാളോട് ഇറങ്ങി വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ റൂബി പറയുന്നുണ്ട്, എന്തായാലും പറ്റിപ്പോയി, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അയാൾ ഇവിടെ എല്ലാം ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്, ഞാൻ അയാളുടെ കണ്ണ് വീട്ടിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടതാണ് എന്നൊക്കെ റൂബി പറയുന്ന സമയത്ത് അഭിരാമി പറയുന്നുണ്ട്, താൻ അവിടെ തന്നെ നിൽക്കി, ലൊക്കേഷൻ അയച്ചാൽ ഞാനിപ്പം തന്നെ വന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. സമയത്ത് റൂബി അഭിരാമിക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അഭിരാമി ഓടിച്ചെന്ന് ഉറങ്ങിക്കിടക്കുന്ന ശിവനന്ദയെ തട്ടി എണീപ്പിച്ച് പറയുന്നുണ്ട്, ഒരു പ്രശ്നമുണ്ട്, എണീറ്റ് വരാൻ. എന്നിട്ട് താഴെ വന്ന് അഞ്ജുവിനോടും വർഷയോടും പറയുന്നുണ്ട്, ഏതോ ഒരു പ്രശ്നമുണ്ടെന്ന്. അന്നേരം ശിവനന്ദ പറയുന്നുണ്ട്, ഉറങ്ങിക്കിടന്ന് എന്നെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് പ്രശ്നമുണ്ടെന്ന് പറയുന്നത്, അല്ലാതെ എന്താ പ്രശ്നമൊന്നും ഇതുവരെ പറയുന്നില്ല. അന്നേരം അഭിരാമി ഇങ്ങനെ റൂബിയുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്നു പറയുന്നുണ്ട്. അത് കേട്ട് എല്ലാവരും ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ വർഷയ്ക്ക് നാളെ വയനാട്ടിൽ പോകുന്ന കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഉറക്കമില്ലാതെ ഹാളിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അതുപോലെ തന്നെ അഞ്ജുവിന് നാളത്തെ കാര്യം എന്താവുമെന്നറിയാതെ അഞ്ജു ഇങ്ങനെ ഉറക്കമൊഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ അവരെല്ലാം ആകെ ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് അഭിരാമിയോട് പറയുന്നത്, എത്രയും പെട്ടെന്ന് പോയി നീ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് അഭിരാമിയെ പറഞ്ഞയക്കുന്നുണ്ട്. അന്നേരം അഞ്ജു പറയുന്നുണ്ട്, ഞാനും കൂടി വരാമെന്ന് പറയുമ്പോൾ അഭിരാമി പറയുന്നുണ്ട്, ഞാൻ തന്നെ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് അഭിരാമി നോക്കുമ്പോൾ ആ കുട്ടി അവിടെ ഒളിച്ചിരിക്കുകയാണ്. കെവിനാണെങ്കിൽ റൂബിയെ തപ്പി അവിടെ എല്ലാം പരിശോധിച്ച് നടക്കുന്നുണ്ട്. അന്നേരം റൂബി ആ കെവിൻ മാറിയ സമയത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി ഡാൻസ് വില്ലയിൽ എത്തുന്നുണ്ട്. ഈ സമയത്ത് അഭിരാമി എല്ലാവരും പറയുന്നുണ്ട്, വസുന്ധര മേഡത്തിനെ കാര്യം അറിയിക്കാമെന്ന്. അന്നേരം ശിവനന്ദ എല്ലാവരും പറയുന്നുണ്ട്, വേണ്ട, അറിയിക്കേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ, അഥവാ പിന്നെ ബഹളമെങ്ങാനും കേൾക്കുന്നെങ്കിൽ വിവേക് വരുമായിരിക്കും, വിവേക് വന്നാൽ നമുക്കൊരു ഹെൽപ്പ് ആവത്തേ ഉള്ളൂ. അന്നേരം അഞ്ജു പറയുന്നുണ്ട്, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് വസുന്ധരാമ്മയുടെ എടുക്കുന്ന കാരണം ഇപ്പം ഭയങ്കര ഉറക്കമാണെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ബഹളമൊന്നും കേൾക്കാൻ സാധ്യതയില്ലെന്ന് അഞ്ജു പറയുന്ന സമയത്ത് എന്നാൽ പിന്നെ കുഴപ്പമില്ലെന്ന് ശിവനന്ദയും പറയുന്നുണ്ട്. ആ സമയത്ത് ശിവനന്ദ പറയുന്നുണ്ട്, ഇതെല്ലാം NGK മീഡിയയിലൂടെ ന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു ക്രെഡിറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് റൂബിയുടെ കയ്യിലുള്ള ബാഗൊക്കെ മേടിച്ച് തുറന്നു നോക്കി അത് വീഡിയോ എടുക്കുന്നുണ്ട്. അതിനകത്ത് മൊത്തം ഡ്രഗ്സ് ആണുള്ളത്, അതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്. റൂബിയുടെ മുഖം ക്യാമറയിൽ ഉൾപ്പെടാത്ത രൂപത്തിലാണ് അവർ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ അതെല്ലാം വീഡിയോ എടുത്തതിന് ശേഷം അയാളെ കെവിനെ വിളിക്കുന്നുണ്ട്. കെവിനെ വിളിച്ചിട്ട് വീടൊക്കെ ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അയാളെ ഇങ്ങോട്ട് വരുത്തുന്നുണ്ട്. എല്ലാവരും കൂടി ഒരു പണി കൊടുക്കാനാണ് പ്ലാൻ. അങ്ങനെ ആ സമയത്ത് ഈ വിവരങ്ങളെല്ലാം DYSPയെ വിളിച്ച് ശിവനന്ദ കാര്യം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.